ഹലോ ഗായ്സ്, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബെല്ല. അപ്പോൾ ബെല്ല ഇന്നൊന്ന് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചത്. അതായത് 2 മാസം പ്രായമുണ്ട് ബെല്ലയ്ക്ക് ഇപ്പോൾ. അപ്പോൾ ഇന്ന് ബെല്ലയുടെ ഫസ്റ്റ് കുളിയാണ് അല്ലേ? കുളിക്കാം. കുളിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ബെല്ലയ്ക്ക് ഫുഡൊന്ന് കുറച്ച് കൊടുക്കണം. അപ്പോൾ കുറച്ച് ചോറ് കൊടുത്തിട്ട് നമുക്ക് കുളിയിലോട്ട് പോകാം. ബെല്ല, ബെല്ല, വെള്ളം കുടിതാ, വെള്ളം കുടി കുടി. ജനിച്ചിട്ട് ഇതുവരെ വെള്ളം കാണാത്ത മുതലാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് വെള്ളം പരിചയപ്പെടുത്തി കൊടുത്തിട്ട് കുളിപ്പിക്കാം. ഇതിൽ കുറച്ച് വെള്ളം പിടിച്ചിട്ട് നമുക്ക് ഇതിലാദ്യം ഒന്ന് ബെല്ലേനെ ഇറക്കി വിട്ടു നോക്കാം. അതിനുശേഷം നമുക്കൊരു കപ്പ് കൊണ്ട് കോരി ഒഴിപ്പിച്ച് കുളിപ്പിക്കാം. അപ്പോൾ കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മൂക്കിൽ ചെവിയിലൊന്നും വെള്ളം കയറാൻ സൂക്ഷിക്കണം. അപ്പോൾ ഇതിനും പരിചയമില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഇത് ശ്രദ്ധിക്കില്ല. കാരണം മുഖമൊക്കെ ഇട്ട് കുലുക്കി ചിലപ്പോൾ മൂക്കിലും ചെവിയിലൊക്കെ വെള്ളം കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചിട്ട് വേണം ഒരു കുഞ്ഞി പപ്പീനൊക്കെ നമുക്ക് എന്താ പറയുക കുളിപ്പിക്കേണ്ടത്. ബെല്ല, അയ്യോ അതേ ഒരു സുഖമെന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്തോന്ന് എവിടെ ഇരിക്കണേ? ഇഷ്ടായെന്ന് തോന്നുന്നു. ബെല്ല, ബെല്ല, എന്തടാ? ഇപ്പോഴാണ് ദേഹത്ത് കൊണ്ടേന്ന് തോന്നുന്നു. ഡേയ് ബെല്ല, എന്തടാ, എന്ത് ചെയ്യണ നീ? ശരിക്കും ഈ ഷാമ്പു തേച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വെള്ളം വെച്ച് കഴുകാവും. ഇല്ല എങ്കിൽ ഇപ്പം ഇതിൻ്റെ പുറത്ത് എന്തെങ്കിലും ഫംഗലോ അല്ലെങ്കിൽ ചെള്ളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് പോവില്ല. അതുകൊണ്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ കുളിപ്പിക്കാവൂ. ഇതിപ്പോൾ നല്ല രീതിയിൽ വിറച്ച് തുടങ്ങിയിട്ടുണ്ട്, ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിനെ കഴുകാം. നമ്മുടെ സേർ ഏറില്ലേ വെള്ളം ഒട്ടും പേടിക്കില്ല. എന്നുവെച്ചാൽ അത് കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി. കരയാതെ കഴിഞ്ഞ് കഴിഞ്ഞ്. ഓ കഴിഞ്ഞടോ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്ക് ഇത്രയും നേരം കുളിപ്പിക്കണമെന്നില്ല. കുറച്ചൊന്ന് വെള്ളം മനസ്സിലെടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഇതിന് നല്ല ചൊറിച്ചിലുണ്ട്. ഈ നമ്മൾ കൊണ്ടുവന്ന സമയത്ത് ഈ ചെറിയൊരു ഫംഗലിൻ്റെ ഒരു പൊടി പോലെയൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത്യാവശ്യം നന്നായിട്ട് തന്നെ കുളിപ്പിക്കാൻ വിചാരിച്ചത്. കുളിപ്പിച്ചതിന് ശേഷം നല്ലപോലെ തോർത്തി കൊടുക്കണം. കാരണം
പെട്ടെന്ന് അങ്ങനെ നനവ് പോകില്ല. ഇപ്പോൾ കുഞ്ഞും കൂടെ അല്ലേ. ഇപ്പം വല്യപ്പെട്ടേക്കാണെങ്കിൽ എന്താ പറയുക, ഒന്ന് നല്ല രീതിയിൽ ഒന്ന് കുടയുമ്പോഴൊക്കെ അത്യാവശ്യം വെള്ളം പോകും. അതാ വിറയ്ക്കുന്നുണ്ട്, കാരണം നല്ലപോലെ വിറയ്ക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? നമുക്കിനി ഒന്ന് ഡ്രയർ വെച്ചിട്ട് ഉണക്കിയെടുക്കാം. ഡ്രയറിൽ നമുക്ക് ചൂടുണ്ട്, തണുപ്പിട്ടിട്ട് ഉണക്കാം. ബെല്ല നല്ല പേടിച്ചു കേട്ടോ, കാരണം ഇതിൻ്റെ സൗണ്ട് പെട്ടെന്ന് എന്താ പറയുക, ഇത് ക്യാച്ച് ചെയ്യുന്നത് ചിലപ്പോൾ വേറെ രീതിക്കായിരിക്കും ഇത് സൗണ്ട്. എന്നിട്ട് ഇങ്ങനെ എന്താ പറയുക, അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ടോ ആ രീതിക്കുള്ളതായിരിക്കും. പേടിച്ച് എൻ്റെ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട്. ഒന്നുമില്ല. നമുക്ക് തോർത്തൊന്ന് മടക്കിയിട്ടെ ഇട്ട് കൊടുക്കും, കാരണം നല്ല രീതിയിൽ ആശാൻ വിറയ്ക്കുന്നുണ്ട്. നല്ല രീതിയിൽ വിറയ്ക്കണം നോക്ക്. പോട്ട്. സാധാരണ ഡോഗ്സിനെയൊക്കെ കുളിപ്പിച്ചിട്ട് ചെറിയൊരു വെയിൽ കൊള്ളിക്കും, കാരണം വെയിൽ കൊള്ളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേയൊക്കെ ഏകദേശം ഉണങ്ങി പോകുമല്ലോ. അയ്യോ സ്നേഹം. പോട്ട്. അയ്യോ കാല് വിറയ്ക്കും നമുക്ക്. എന്തിടാ ബെല്ല? ചെറിയ വെയിലടിച്ചപ്പോൾ ബെല്ലയുടെ വിറയലൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ആളെ നോക്കിയാൽ വരുന്നുണ്ട്. കുടിച്ചോ.